മുരളീധരനെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ കെ കരുണാകരൻ എത്ര ബഹുമാനപൂർവമാണ് കണ്ടത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കരുണാകരനോട് ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പൊക്കെ ഉണ്ട്. കരുണാകരന്റെ പോലീസ് വലിയ തോതിൽ ഡിവൈഎഫ്ഐ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഡിവൈഎഫ്ഐ എന്താണെന്ന് ശ്രീ കെ കരുണാകരന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് സമരത്തിലാണെങ്കിലും സാന്ത്വന പ്രവർത്തനങ്ങളിലാണെങ്കിലും ജീവകാരുണ്യത്തിലാണെങ്കിലും ഒക്കെ. ദുരിതാശ്വാസ ഫണ്ട് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൈമാറാൻ വേണ്ടി അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ചെന്നു. ഓർക്കണം, കെ കരുണാകരനെ ശക്തമായിട്ട് എതിർക്കുന്ന യുവജന സംഘടന വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലാത്തിച്ചാർജ് വെടിവെപ്പൊക്കെ ഉണ്ടായ കാലമാണ്. അന്ന് ഫണ്ട് പിരിച്ചിട്ട് കോൺഗ്രസ് ഗവൺമെന്റാണ്, കരുണാകരനാണ് കൊടുക്കില്ല എന്നല്ല തീരുമാനിച്ചത്. ആ ഫണ്ടുമായിട്ട് ചെക്ക് കൈമാറാൻ സെക്രട്ടേറിയറ്റിൽ പോയി. കാണാൻ അനുമതി കൊടുത്തില്ല. ഇവര് തിരിച്ചു വന്നു. ഇതറിഞ്ഞ കരുണാകരൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഒരു കാറ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞയച്ച് ആ കാറിൽ ഡിവൈഎഫ്ഐ നേതാക്കളെ വിളിച്ചു വരുത്തി ചെക്ക് സ്വീകരിച്ചതിന്റെ പടമെങ്കിലും ശ്രീ മുരളീധരൻ ഒന്ന് കാണണം. അച്ഛന്റെ പേര് മോശാക്കരുത് എന്നെനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ശ്രീ കെ കരുണാകരൻ പോലും ഡിവൈഎഫ്ഐ ഏറ്റവും വലിയ സംഘർഷം കരുണാകരന്റെ സർക്കാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ഡിവൈഎഫ്ഐ അങ്ങോട്ടും ശ്രീ കരുണാകരൻ ഇങ്ങോട്ടും സ്വീകരിച്ചൊരു സമീപനമുണ്ട്. അതാണ് രാഷ്ട്രീയത്തിലെ പുലർത്തേണ്ട അന്തസ്സ്. നാടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ഇടുങ്ങിയ മനോഭാവം കാണിക്കാൻ പാടില്ല. അതാണ് എനിക്ക് ശ്രീ കെ മുരളീധരനോട് പൊതുച്ചോറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്.